നമസ്കാരം ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു ഫുട്ബോളേഴ്സ് ലൈഫ്. ഒലീസയ്ക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം ചെൽസി വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്നുള്ളതാണ് ഇതുവരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വാർത്തകൾ. ഒരു പക്ഷേ അഡ്വാൻറ്റേജ് ചെൽസി, ബിക്കോസ് ജോ ഷീൽസ് ഓൾറെഡി വിക്ടർ ഒലീസയായിട്ട് പരിചയമുണ്ട്. അപ്പൊ ആ ഒരു ബന്ധം വെച്ചിട്ട് ഒരു പക്ഷേ ഒലീസെ അല്ലെങ്കിൽ ഒലീസ് മിക്കവാറും ചെൽസിയിലേക്ക് ചായാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ടെന്നുള്ളതാണ് ലേറ്റസ്റ്റ് വരുന്ന റിപ്പോർട്ട്സ്. എനിവേ, നമുക്കറിയില്ല, വി ഹാവ് ടു വെയിറ്റ് ആൻഡ് വാച്ച്. ബട്ട് ദിസ് ഇസ് എ ഗുഡ് ഇൻട്രസ്റ്റിംഗ് ഡെവലപ്മെന്റ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ എം റിയലി സർപ്രൈസ് ചെൽസി ഒലീസയുടെ പുറകെ പോകുന്നുള്ളത്. കാരണം ഇതിന് മുമ്പ് പോയതാണ്, ഏകദേശം വരെ എത്തിയതാണ്, ഹിയർ വി ഗോ വരെ ആവേണ്ടതാണ്, അത് അങ്ങോട്ട് കിടന്നില്ല. എന്നിട്ടാണ് പിന്നെ നമ്മൾ കുഡൂസിന്റെ പുറകെ പോയത്. ചെൽസി കുഡൂസിനെ സൈൻ ചെയ്യാൻ പറ്റില്ല. ആൻഡ് ദെൻ ഫൈനലി വി സൈൻ കോൾ പാൽമർ. വാട്ട് സൈനിങ്, കോൾ പാൽമർ. അപ്പൊ ഒരു തേർഡ് ചോയ്സ് പ്ലെയർ ആയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ കോൾ പാൽമർ വന്നത്. ആൻഡ് കോൾ പാൽമർ ടീമിലേക്ക് വന്നത് ഒരു ഗെയിം ടൈം കിട്ടി, പതുക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് അടുത്ത സീസണിൽ പെർഫോം ചെയ്യാനാണ്. പക്ഷെ കോൾ പാൽമർ പറഞ്ഞ മച്ചാൻ ഞങ്ങൾക്ക് ഒന്നും വേണ്ടെന്നുള്ളത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സ്ഥിതിയിൽ ഒലീസയുടെ പുറകെ പോകുന്നതിൽ അർത്ഥമുണ്ടോ? ആൻഡ് പോരാത്തതിന് നമുക്ക് ഓൾറെഡി നോണി മാഡുക്കെ എന്ന് പറയുന്ന ഒരു പ്ലെയർ അവിടെ അവൈലബിൾ ആണ്. ഓൺ പേപ്പർ ഐ തിങ്ക് ഒലീസ അഡീഷൻ വിൽ ബി ഫാന്റാസ്റ്റിക്. നോണി മാഡുക്കയുടെ വേറൊരു ലെവൽ ഒരു പ്ലെയർ ആണ്. ഇൻഫാക്ട് നോണി മാഡുക്കെ സ്റ്റൈൽ കോൾ പാൽമർ. ഹി ക്യാൻ ക്രിയേറ്റ്, ഹി ക്യാൻ ബി എ വൺ ഓൺ വൺ വിങ്ങർ, ഹി ക്യാൻ അറ്റാക്ക്, ഹി ക്യാൻ ഡ്രിബിൾ, രണ്ട് സൈഡിൽ കൂടെ പോവാം, ലിങ്ക് അപ്പ് പ്ലേ. മച്ചാൻ വേറൊരു ലെവൽ തന്നെയാണ്. പക്ഷെ എന്റെ മനസ്സിലുള്ള ഒരു ചോദ്യം, ഒരു ചെൽസി ഫാൻ എന്ന നിലയിൽ ഒലീസയും കോൾ പാൽമറും രണ്ടുപേരും ഒരു ടീമില് എങ്ങനെ നിൽക്കുന്നതാണ്. കാരണം കോൾ പാൽമർ ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ. ഒലീസയും കൂടെ വന്നു കഴിഞ്ഞാൽ രണ്ടുപേരും ക്രിയേറ്റേഴ്സ് ആണ്, രണ്ടുപേരും അറ്റാക്കേഴ്സ് ആണ്, രണ്ടും ഏകദേശം സെയിം ശൈലിയിൽ കളിക്കാനുള്ള പ്ലേയേഴ്സ് ആണ്, രണ്ടുപേരും ഒക്യുപ്പൈ ചെയ്യാവുന്ന സ്പേസും ഏകദേശം സെയിം ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുമോ? കാരണം നോണി മാഡുക്കെ ഈസ് പ്യുവർ ഔട്ട് ആൻഡ് ഔട്ട് വിങ്ങർ. ആ ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് എടുത്ത് ബോൾ ഡ്രൈവ് ചെയ്ത് കട്ട് ചെയ്ത് ഉള്ളിലേക്ക് പോകുന്നുള്ളൂ. ഒലീസ അത് ചെയ്യും, പക്ഷെ കുറെ കൂടി ഒരു ക്രിയേറ്റീവ് ഇൻഫ്ലുവൻസ് തരത്തിലുള്ള പേരാണ്. അപ്പൊ വരുന്നതിൽ കുഴപ്പമില്ല, പക്ഷെ ഓവർലോഡഡ് ഓഫ് ടാലന്റ് ആവുമോ? അതായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് പറയുന്ന പോലെ ചെൽസിയുടെ പുതിയ കോച്ചിനെ മെലസിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? കോൾ പാൽമർ ഒലീസയും തമ്മിൽ ഒരു ലിങ്കപ്പ് നടക്കുമോ? ഐ മീൻ, ഐ ഡോണ്ട് നോ. നമുക്ക് വെയിറ്റ് ചെയ്ത് വാച്ച് ചെയ്യേണ്ടി വരും. ഓൺ ദി അതർ ഹാൻഡ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ച് കണ്ണും പൂട്ടി എടുത്ത് സൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ്. വേറൊന്നുമല്ല, റാസ്മസ് ഹോളണ്ടിന് ഒരുപാട് ബോളുകൾ കിട്ടും. റാസ്മസ് ഹോളണ്ടിന്റെ മൂവ്മെന്റ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു മൂവ്മെന്റ് ഉള്ള ഒരു സ്ട്രൈക്കറാണ് അപ്പ് ഫ്രണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഒരുപാട് ചാൻസസ് കിട്ടുന്നില്ല. ആൻഡ് ഒലീസ എന്ന് പറയുന്ന പ്ലെയർ ക്യാൻ ഗിവ് ദോസ് ചാൻസസ്, ഹി ക്യാൻ ക്രിയേറ്റ് ദോസ് ചാൻസസ് ഔട്ട് ഓഫ് നത്തിങ്. പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് ഉള്ള പ്ലെയർ ആണ്. യെസ്, ഇഞ്ചുറി പ്രോൺ ആണെങ്കിൽ തന്നെയും, ഇത്രയും ടാലന്റഡും കേപ്പബിൾ ആയിട്ടുള്ള ഒരു പ്ലെയർ ഇഞ്ചുറി പ്രോൺ ആണെങ്കിൽ തന്നെയും സൈൻ ചെയ്യണം എന്നുള്ളതേ ഞാൻ പറയുള്ളൂ. കാരണം ഇങ്ങനത്തെ ഒരു പ്ലെയറിനെ കിട്ടാനായിട്ട് ഇനിയും ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിനേക്കാളും ഭേദം കിട്ടുന്ന ചാൻസിൽ സൈൻ ചെയ്യുക. ആന്റണി അതുപോലെ ഔട്ട്പുട്ട് തരാൻ പറ്റിയിട്ടില്ല. ഒലീസെ ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ് വിൽ ബി ബ്രില്യന്റ്. അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ട് ബ്രൂണോ ഫെർണാണ്ടസ് ആണെങ്കിൽ ബ്രൂണോന്റെ ട്രാൻസ്ഫർ റൂമേഴ്സ് വേറെ കേൾക്കുന്നു. ബ്രൂണോ ഫെർണാണ്ടസ് ആയിട്ട് വൺ ടച്ച് ലിങ്ക് പ്ലേ, റിലീസ് ഹോയിലൻഡ് അല്ലെങ്കിൽ ഗ്രാനാച്ചോ ആയിട്ടുള്ള ഒരു ലിങ്ക് അപ്പ്. ഐ മീൻ, ഒരു നോ ബ്രെയിനർ ആണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ സിറ്റുവേഷൻ സംബന്ധിച്ച് ഗോയിങ് ഇൻ ഫോർ ഒലീസെ. അതല്ല നേരെ മറിച്ച് ചെൽസിയാണ് സൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ഡെവലപ്പ് ആയി വരും എന്നുള്ളത് കണ്ടറിയാം. ബട്ട് മെർക്കൂറിയർ ടാലന്റ്, അബ്സല്യൂട്ട്ലി ബ്രില്യന്റ് പ്ലെയർ, ടോപ്പ് സീലിംഗ്, ഇറ്റ് ബി ഫാന്റാസ്റ്റിക് അഡീഷൻ. പക്ഷെ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടാൻ പോകുന്നത് എന്നെ സംബന്ധിച്ച് ഇറ്റ്സ് ഗോൺ ബി ക്രിസ്റ്റൽ പാലസ്. കാരണം ക്രിസ്റ്റൽ പാലസിന്റെ ഒലീസ് ഗലാസ്റ്റർ വന്നതിന് ശേഷം അവരുടെ മൂവ്മെന്റ് ഹാസ് ബീൻ എക്സലന്റ്. ആൻഡ് എസ് എ ഒലീസെ ആൻഡ് മെറ്റേറ്റ പാർട്ട്ണർഷിപ്പ് ഹാസ് ബീൻ ഫാന്റാസ്റ്റിക്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥിതിയിൽ ഒലീസ അത് വിട്ടുവരുവോ? ആൻഡ് അട്രാക്ഷൻ ഓഫ് ചെൽസി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വളരെ ക്ലിയർ ആണ്. I don't know, man. I mean, ഞാൻ ഒലീസയ്ക്ക് ഉപദേശം കൊടുക്കുകയാണെങ്കിൽ ഞാൻ പറയും മച്ചാനെ നീ ക്രിസ്റ്റൽ പാലസിൽ തന്നെ നിൽക്കുക, അവിടെ ഒന്ന് ഡെവലപ്പ് ആവും. പക്ഷെ ഞാൻ ഒലീസ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ പറയും മച്ചാനെ വേണ്ട, ഞാൻ ഒന്നില്ലെങ്കിൽ ചെൽസി അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് പോകുന്നുള്ളത്. We don't know that yet. But let's see. But good, interesting transfer target. നിങ്ങളുടെ thoughts in the comment section പറയുക. Is it going to be Chelsea? Is it going to be United? In the comment section. Thank you so much for watching. Signing off. SK from Football is Life.